ലഹരി ഉപയോഗിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ചാക്കോ ബോബനെ എനിക്ക് ശത്രുത ഉണ്ടെന്ന് വെച്ചു, എനിക്ക് പറയാൻ പറ്റുമോ കുഞ്ചാക്കോ ബോബൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന്? അവന് ചെറിയ ആവേശമുണ്ടല്ലോ. അല്ല സാറേ, ആവശ്യം അവനാകെ നാറി നിൽക്കുമല്ലേ. ഉപയോഗിക്കുന്ന 2-3 കൂതറകളേ ഉള്ളന്നേ, 3-4 ഉള്ളൂ. അവന്മാരും ഈ നിക്കറിട്ട് കിടക്കുന്ന കുറേ സംവിധായകന്മാരും കൂടെ ചേർന്ന് സിനിമയെ നശിപ്പിക്കുന്നതാണ്. ഉറപ്പാണോ? അതെ. താങ്ക് യു. അല്ലാതെ ഈ ചേംബർ അങ്ങനെ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നവരൊന്നുമില്ല. ചേംബറാണ് ആദ്യമായിട്ട് പറഞ്ഞത് സെറ്റുകളിൽ ഷാഡോ പോലീസിനെയും പോലീസിനെയൊക്കെ വിനിയോഗിക്കണമെന്ന്. അതെനിക്ക് മനസ്സിലായി. അന്ന് സിനിമയാണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് ബി ഉണ്ണികൃഷ്ണൻ. ബി ഉണ്ണികൃഷ്ണൻ വേറെ ലഹരിയൊന്നുമില്ല. അയാൾക്ക് ട്രേഡ് യൂണിയനിൽ പ്രവർത്തിച്ച് ആളുകളിൽ നിന്ന് തള്ളക്കുള്ളി കേൾക്കുകയും സിനിമ എടുക്കുകയും ചെയ്യണം. ഇത് രണ്ടുമാണ് അയാളെ ലഹരി. പക്ഷേ അയാൾ വർക്ക് ചെയ്യപ്പോലൊരു മാന്യന് മാനമായിട്ട് വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയിട്ട് അവൻ മഹാ തെമ്മാടിയാണെന്ന് ആളാണ് ആദ്യമായിട്ട് പറഞ്ഞത് സെറ്റുകളിൽ ഷാഡോ പോലീസ് വരാൻ പാടില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പെന്തക്കോസുകാരനാണ് സിബി മലയിൽ. ഇവർ രണ്ടുപേരുമാണ് പറയുന്നത്, ഈ ലഹരി ഉപയോഗിക്കാത്തവരാണ് പറയുന്നത് സെറ്റിൽ ലഹരി അന്വേഷിച്ച് പോലീസ് വരാൻ പാടില്ല. അതിൻ്റെ ഒരു വിരോധാഭാസം എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക്? എന്തിന് കൊടുക്കണം പിള്ളേച്ചാ? പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഈ പ്രേഗ മാർട്ടിനെയൊക്കെ എന്തിനാണ് നീ ഹോട്ടൽ റൂമിൽ വെളുപ്പാകാലത്ത് വന്നതെന്ന് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ചട്ടിയിലായനെ. പക്ഷെ പോലീസിന് കുറെ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ വലിയ താല്പര്യമില്ല ഒരു വിഭാഗത്തിന്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, സെറ്റുകളിൽ ചില നടീനടന്മാരുള്ള, ചില സംവിധായകരുള്ള, ചില തിരക്കഥാകൃത്തുക്കളുള്ള, ചില ക്യാമറമാന്മാരുള്ള സെറ്റുകളിൽ ലഹരി ഉണ്ടെന്ന് സിനിമാക്കാർക്കറിയാം. ആ സെറ്റുകൾ പറഞ്ഞിട്ട് ഷാഡോ പോലീസിനെ ഇറക്കി പൊക്കാമെങ്കിൽ, ഒരു 5 ക്യാരവാൻ പൊക്കാമെങ്കിൽ മലയാള സിനിമയിലെ ലഹരിക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ പറ്റും. അത് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. എന്താ അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടി.